ഈ സ്വർണ്ണ കേസിൽ ഇപ്പോൾ കടകംപള്ളിയിലെ മൊഴിയെടുത്തു, പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മൊഴിയെടുപ്പാണെന്നൊരു ആരോപണം വരുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്വേഷണ രീതികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിനുണ്ട്. ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണല്ലോ. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരാളും ഇപ്പോഴും അകത്താകില്ലായിരുന്നു, ഈ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു, ഇത് പുറത്ത് വരില്ലായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ശരിയായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോയത്. ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും ഈ SITയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചോദ്യം ചെയ്യുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിലാണ് ചോദ്യം ചെയ്യലുകൾ നടത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് SITയുടെ ഒരു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് SITയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പക്ഷെ പൊതുസമൂഹം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പൊതുസമൂഹം നോക്കിക്കാണുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വൻ പ്രതികളെയെല്ലാം സംരക്ഷിക്കാനായിട്ട് മെനക്കെട്ടാൽ അതിന് കനത്ത തിരിച്ചടിയായിരിക്കും സർക്കാർ നേരിടേണ്ടി വരിക. മാത്രവുമല്ല ജനം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വരും. അടൂർ പ്രകാശിന്റെ ഇതിലേക്ക് വരുന്നുണ്ട്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല ചോദ്യം ചെയ്ത് നിങ്ങൾ അറിഞ്ഞല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാര്യം. കടകംപള്ളിനെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ എന്താ അറിഞ്ഞത്? ചോദ്യം ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം മുതലേ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയൊരു ശ്രമമാണ്. ഞങ്ങൾക്ക് ഹൈക്കോടതി പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും SITയെ നിയന്ത്രിക്കാൻ സർക്കാർ പെടുന്ന പെടാപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ കരുതലോടെ ഇരിക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങളെല്ലാം ജാഗരൂകരാണ്. ഇക്കാര്യത്തിൽ SIT മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ. അതില്ലെങ്കിൽ അതിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്രയൊന്നും ദിവസം എടുക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് തന്നെ നെല്ലും പതിനും പൂർണ്ണമായിട്ടും തിരിച്ചറിയാമായിരുന്നു. അവരിങ്ങനെ ഓരോ ദിവസവും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുണം ചെയ്യുന്ന തരത്തിലാണോ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വൈകിയതൊക്കെ? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഡേറ്റുകൾ ഇങ്ങനെ മാറ്റി വെച്ചത്. ചോദ്യം ചെയ്തിട്ടും പുറത്തറിയുന്നില്ല. മറ്റുള്ളവരെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്തതിന് മുമ്പ് തന്നെ വിവരം പുറത്തറിയിക്കുകയാണ്. അപ്പോൾ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുമ്പം അത് പുറത്തറിയിക്കും. യഥാർത്ഥമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന പ്രതികൾ തന്നെ പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നത് രഹസ്യമായിട്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ഇരട്ടത്താപ്പാണെന്നുള്ളത് വ്യക്തമാണ്, സംശയമില്ല. അത് അടൂർ പ്രകാശ് വിശദമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരെ ചോദ്യം ചെയ്തതിനും ഞങ്ങൾക്കാർക്കും ഭയമില്ല. ഇക്കാര്യത്തിൽ ഒരു ഭയവും ഞങ്ങൾക്കില്ല. കാരണം കട്ടവരാരാണെന്ന് കൃത്യമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരാരാണെന്നറിയാം. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആരാണെന്നറിയാം. ഭരിച്ചിരുന്നവരാരാണെന്നറിയാം. കേരള സർക്കാർ ആരാ നിയന്ത്രിക്കുന്നത് അറിയാം. ഒരു ഇല അനങ്ങോ പിണറായി വിജയൻ അറിയാതെ? കേരളത്തിൽ പിണറായി വിജയൻ അറിയാതെ ഒരു ഇല അനങ്ങോ? മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ പറയട്ടെ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ബോധ്യമില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല.